അല്ല, സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്ക് എല്ലാവരും കാണുന്നത്. അത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെന്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെന്റ് നോക്കും. അല്ല, ഇതെല്ലാം കേൾക്കുമ്പോ MA ബേബി CPMന്റെ കമന്റും പിന്നെ സതീശൻജിന്റെ കമന്റും പിന്നെ കോൺഗ്രസിന്റെ റോബർട്ട് വാഡ്ര ഇത് പറയുമ്പോൾ ഈ പാകിസ്ഥാനി ഭീകരവാദി ഇവിടെ വന്ന് ക്രൂരമായിട്ട് ഇന്ത്യൻ സിറ്റിസൻസിനെ കൊല്ലുമ്പോൾ അവര് എന്തിനാണ് ഇതിന് ചാടിത്തുള്ളി ന്യായീകരിക്കുന്നത്? അവരെന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് എന്തുകൊണ്ട് പാകിസ്ഥാൻ വന്ന ടെററിസ്റ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുന്നത്? എന്താണ് അവരുടെ മോട്ടിവേഷൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. 4 ടെററിസ്റ്റ് അവിടുന്ന് വന്നു. ഒരു 26 പാവം എന്ന് പറഞ്ഞാൽ നിരപരാധിയായ ഇന്നസെന്റ് വിക്ടിംസ് അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിന് കൂടെ പോയ ഇന്ത്യൻസിനെ മതം ചോദിച്ച് കൊല്ലുമ്പോൾ ഇവര് വാഡ്രയും സതീശൻജിയും ബേബിജിയും എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഇവരെന്തിനാ ചാടിത്തുള്ളി ഇറങ്ങുന്നത്? അത് അവരോട് ചോദിക്കണം. എന്താണ് അവരുടെ മനസ്സിൽ ഇങ്ങനെ പീഡന രാഷ്ട്രം ഈ ലെവലിൽ എത്തിയിരിക്കുന്നോ? അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് ഇന്ത്യ നരേന്ദ്രമോദിജിയും ഹോം മിനിസ്റ്റർ പറഞ്ഞ മാതിരി ഇതിന്റെ ഒരു മറുപടി കൊടുക്കും. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഇവരിങ്ങനെ CPM ആണോ, റോബർട്ട് വാഡ്രയാണോ, സതീശൻജി ആണോ, അവര് എന്നോട് എന്റെ ഒരു റിക്വസ്റ്റ്, ഈ പാകിസ്ഥാനി ടെററിസ്റ്റിനെ ന്യായീകരിക്കാൻ ഇറങ്ങരുത്. അവര് ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഒരു യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ടെററിസം നമ്മൾക്ക് എല്ലാവർക്കും നിൽക്കണം, ശക്തമായി ഒറ്റക്കെട്ടായിട്ട്. ഈ ടെററിസം എന്ന തെറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകണം. ഇല്ല, അത് ചെയ്യില്ല, അത് ഗവൺമെന്റ് ചെയ്യില്ല. അങ്ങനെ സംശയമുണ്ടോ? അല്ല, വിമർശനം ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇപ്പൊ ന്യായീകരിക്കുന്നത്. എന്തിനാണ് അല്ല, എന്റെ ഒരു അഭ്യർത്ഥന, നമ്മളെല്ലാവരും സെക്യൂരിറ്റി എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല. ഇതില് അവിടെ ജമ്മു ആൻഡ് കശ്മീരിൽ സെക്യൂരിറ്റി നോക്കുന്നത് ഏറ്റവും കഴിവുള്ള പ്രൊഫഷണൽ ആർമിക്കാരും ജമ്മു ആൻഡ് കശ്മീർ പോലീസും BSFും CRPF ആണ്. അപ്പൊ ഇവിടെ ഇരുന്ന് അത് സതീശൻജി ആണോ, റോബർട്ട് വാഡ്രയാണോ, MA ബേബി ആണോ, അവര് അങ്ങനെ ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് ആണെങ്കിൽ അവിടെ പോയി പ്രതികരിക്കുക, അവിടെ പോയി പ്രവർത്തിക്കുക. അങ്ങനെ ഞാൻ യൂണിഫോം കൊടുക്കാൻ തയ്യാറാണ്, അവിടെ പോയി ചെയ്യട്ടെ. അപ്പൊ ഇവിടെ ഇരുന്ന് എക്സ്പേർട്ടീസ് ഇങ്ങനെ TV നോക്കി എയർ കണ്ടീഷൻ റൂമിലിരുന്ന് എക്സ്പെർട്ട് ആവാൻ എനിക്ക് തോന്നുന്നു, എന്റെ ഒരു റിക്വസ്റ്റ്, അത് ചെയ്യണ്ട. അവിടെ എത്രയോ സോൾജേഴ്സും പോലീസുകാരും അവരെ ലൈഫിൽ റിസ്ക് ഇട്ടിട്ടാണ് ജനങ്ങളെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവർ ഇന്നും ചെയ്യുന്നുണ്ട്, നാളെയും ചെയ്യും, ഇത്ര കൊല്ലം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം സമ്മാനിക്കുക, അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അവർക്ക് ഒരു പിന്തുണ കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഇന്ന് ചെയ്യാനുണ്ടെങ്കിൽ, കുറച്ചൊരു റെസ്പോൺസിബിൾ ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ഇന്ന് യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ടെറർ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക. ഈ സമയത്ത് റോബർട്ട് വാഡ്ര 370ന്റെ എക്സ്പെർട്ട് ആവുക, MA ബേബി കൗണ്ടർ ടെററിസമിന്റെ എക്സ്പെർട്ട് ആവുക, സതീശൻജി ഈ ഭീകരവാദം ഞങ്ങൾ കണ്ടം ചെയ്യുമ്പോ അല്ല അത് മുസ്ലിംസിന്റെ എഗെയിൻസ്റ്റ് ആണെന്ന് പറയാൻ ഇറങ്ങുക. ഇതെല്ലാം ചെയ്യേണ്ടെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇന്ന് ലെറ്റസ് ബി യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ടെറർ. പാകിസ്ഥാനിന് ഇന്ത്യ ഒരു മറുപടി കൊടുക്കണം. ഇതിൽ പീഡന രാഷ്ട്രം കൊണ്ടുവരാൻ പാടില്ല. CPMും കോൺഗ്രസും ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ മനസ്സിലാക്കി ഒരു മെഷേർഡ് ടോണിൽ ഇന്ത്യന്റെ സെക്യൂരിറ്റി സിസ്റ്റമിനെ പിന്തുണ കൊടുക്കുക എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഇന്ത്യ വാട്ടർ ട്രീറ്റി ഒക്കെ റദ്ദ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പൌരന്മാരെ 48 മണിക്കൂർ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം തീരുമാനങ്ങളോട് അല്ല, ഇതെല്ലാം ഹിന്ദിയിൽ പറഞ്ഞ മാതിരി ഇതൊരു ട്രെയിലർ അല്ലേ, ഇപ്പൊ തുടങ്ങിയതല്ലേ. ഇന്ത്യ അങ്ങനെ വിടില്ല. ഇങ്ങനെ നിരപരാധിയായ ഒരു സാധാരണക്കാരനെ ഇങ്ങനെ ക്രൂരമായി കൊല്ലുന്നത് അങ്ങനെ ഞങ്ങൾ വിടില്ല. ഞാനിപ്പോ സർക്കാരിലല്ല, എന്നാലും എനിക്ക്
100% കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഇതിനൊരു നല്ല മറുപടി കൊടുക്കും. പാകിസ്ഥാന് ഇതിന്റെ ഒരു ആൻസർ കിട്ടും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്.